അതുകൊണ്ട് തന്നെ ആ തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നിർവഹിക്കുന്നുണ്ട്. ഇതാണ് അംബിയാവുമായി കൊണ്ട് ബന്ധപ്പെട്ട്. പിന്നെ ഒരു സൂറത്തിന് ഒരു പേര് കിട്ടും. അപ്പൊ സൂറത്ത് ത്വാഹക്ക് ത്വാഹ എന്ന പേര് കിട്ടിയതിന് ഒന്നാമത്തെ ആയത്ത് എന്താണ്? ത്വാഹ എന്നുള്ള. ഒരു പിന്നെ സൂറത്തുകളുടെ പേരുകൾക്ക് ഒരേ മാനദണ്ഡമല്ലുള്ളത്. ഇപ്പൊ നമുക്കറിയാം സൂറത്ത് ബഖറ. സൂറത്ത് ബഖറക്ക് പേര് കിട്ടാൻ കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബനൂ ഇസ്രായേല്യരായ ആളുകളോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം അതിലെന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബനൂ ഇസ്രായേല്യരായ ആളുകൾ ഈ ബഖറത്തിനെ, പശുക്കുട്ടിയെ ആരാധിച്ച ചരിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാന കണ്ടന്റ് വെച്ചുകൊണ്ട് ചിലപ്പോൾ സൂറത്തിന് പേരുകൾ ഇടാം. സൂറത്തിന്റെ പേരുകൾ അത് അള്ളാഹു ഇട്ടതാണോ, അതല്ല റസൂലുള്ളാഹി ഇട്ടതാണോ, അതല്ല പ്രവാചകൻ പിന്നെ ഉലമാക്കൾ പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയതാണെന്നൊക്കെ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഏതായാലും പിന്നെ റാജിഹായ അഭിപ്രായം അഥവാ അല്ലാഹു ആലം, സൂറത്തുകളുടെ പേരുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കാരണം തെളിവെന്താ ചോദിച്ചാൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യുമായി വരുമ്പോൾ ഇത് ഫീ സൂറത്തി കഥാ ഫീ മൗദിഇ കഥാ എന്ന് പറയാറുണ്ട്. ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ സ്ഥലത്ത് വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന സൂറത്തിലെ എന്ന് പറയുമ്പം എന്ത് ചെയ്യാറുണ്ട്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മൻഖറ പിന്നെ സൂറത്തുൽ ബഖറ ആൽ ഇംറാൻ, മൻഖറ സൂറത്തുൽ നിസാ, മൻഖറ സൂറത്തുൽ സജദ ഒക്കെ ഒരുപാട് സൂറത്തുകളുടെ ഫളലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അസ്സബഉൽ മസാനി എന്നത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പേരുകളായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കട്ടെ. ഇനി നമുക്കറിയാം അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നബിമാരാണ്. അപ്പൊ നബിമാരുമായി കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. നബിമാരുടെ വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. എത്രാമത്തെ ഈമാൻ കാര്യം നബിയിലുള്ള വിശ്വാസം? പ്രവാചകന്മാരുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങൾ എത്രാമത്താണ്? 5. 5 അഭിപ്രായമുള്ളവരുണ്ട്, 4 അഭിപ്രായമുള്ളവരുണ്ട്. പറഞ്ഞു നോക്കുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ ഏതായാലും തർക്കമുണ്ടോ? ഒന്നാമത്തെ വിശ്വാസം ആര്യേതാ? അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കലല്ല, അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളൊക്കെ അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹുവിന് തുല്യരില്ല എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ് മലക്കുള്ള വിശ്വാസം. മൂന്നാമത്തെ കാര്യം ഇതാണ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. ഇത് നിങ്ങൾക്ക് തർത്തീബ് പറയണമെങ്കിലാണ് ആമന റസൂൽ ഓതിയാക്കിയാൽ മതി. ആമന റസൂൽ എല്ലാവർക്കും അറിയില്ലേ? ആമന റസൂൽ എന്താ? ആമന റസൂലു ബിമാ ഉൻസില അലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി. പിന്നെ ഇപ്പൊ 4 അവിടെ പറഞ്ഞു തർത്തീബില്. 5-ാമത്തേതാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. നമ്മൾ ഇസ്ലാം ഇത്തരക്കാരും മുജാഹിദായിട്ട് ഈമാൻകാരും തർത്തീബിൽ അറിയാൻ മോശട്ടോ. 5-ാമത്തേതാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണെന്ന് വെച്ചാൽ 1-ാമത്തെ ആയത്തിൽ അതാ വരുന്നത്. അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അവസാനമുണ്ട്, അതിനുശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണുണ്ട്, സിറാത്തുണ്ട്, ഹൗദുണ്ട്, മീസാനുണ്ട്, ഒക്കെ വിശ്വസിക്കണം. 6-ാമത്തേതാണ് ഖദറുള്ള വിശ്വാസം. ഖദറുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും എല്ലാ തിന്മകളും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ് എന്ന് വിശ്വാസം. മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 5 കാര്യങ്ങൾ വിശ്വസിച്ച് 6-ാമത്തെ കാര്യത്തിലേക്ക് ചെറിയ സംശയമുണ്ട് ഖദറിൽ വിശ്വാസിച്ച്. ഖദരിയാക്കൾ എന്നുള്ള ഖദർ നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹം പറയാണ്,
ഉഹുദ് മലയോളം സ്വർണം ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഉഹുദ് മല കണ്ട ആൾക്കാർ ഇതിലുണ്ടാവും. അത്ര വലിയ മല, അത്ര സ്വർണം ഒരാൾക്ക് ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ട് എന്ന് സപ്പോസ് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് ആ സ്വർണം മുഴുവനും അയാൾ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തു. പക്ഷെ അയാൾക്ക് ഖദറിലെ വിശ്വാസത്തിൽ ചെറിയൊരു പിഴവുണ്ട്. എങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യൂല? അത് സ്വീകരിക്കൂല. കാരണം വിശ്വാസം ഒരു വാക്ക് ശരിയാകണമെങ്കിൽ അയാൾക്ക് ഖദറിലെ വിശ്വാസം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണം. അപ്പം അത് വേറെ വിഷയം. അപ്പൊ ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്താണ് നബിമാരുടെ വിശ്വാസം? 4ാമത്തെ. ഇനി നമ്മൾ സംശയം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. 1 അള്ളാഹുവിന്റെ വിശ്വാസം, 2 മലായിക്കത്തുകളിൽ, 3 ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. 4 ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 4 ഗ്രന്ഥങ്ങളാണ്. വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിശദമായിട്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കും. ഖുർആൻ ഒരു ഹർഫ് പോലും തെറ്റില്ലെന്നും അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കണം. 4ാമത്താണ് പ്രവാചകന്മാരുടെ വിശ്വാസം. 5 അന്ത്യനാളിലുള്ള വിശ്വാസം. 6 നന്മയും തിന്മയും അഥവാ ഖദറിലെ വിശ്വാസം. ഇതാണ് പ്രവാചകന്മാർ. ഇനി പ്രവാചകന്മാർ തന്നെയും 2 തരത്തിലുണ്ട്. ഒന്ന് നബിമാരെന്ന് പറഞ്ഞ് സാധാരണ പറയും. അതിനേക്കാൾ ദർജ കൂടുമ്പോഴാണ് റസൂലാകുക. എല്ലാ റസൂലുകളും ആരാണ്? നബിമാരാണ്. പക്ഷെ എല്ലാ നബിമാരും ആരല്ല? റസൂലുകളല്ല. എല്ലാ നബിമാരും എന്തല്ല? റസൂൽ. അപ്പൊ ഏറ്റവും സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ നബി ആരാണ്? 1ാമത്തെ നബി ആരാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 1ാമത്തെ റസൂൽ ആരാ? 1ാമത്തെ റസൂൽ ആദം നബി അല്ല. 1ാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 1ാമത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാം. അപ്പോൾ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, നബി എന്ന് പറഞ്ഞാൽ വഹയുള്ള ആള്. എങ്ങനത്തെ ആള്? വഹയുള്ള എല്ലാവരും നബിയാവോ? വഹയുള്ള എല്ലാവരും നബിയാവോ? ആവോ? അല്ല, നബിമാർക്ക് മാത്രമല്ല വഹി ഉണ്ടാവുക. ഇപ്പൊ നമ്മള് സുഹൃത്ത് ത്വാഹ പഠിച്ചില്ലേ? മൂസാ നബിന്റെ ഉമ്മാക്ക് വഹി കൊടുത്തില്ലേ? പഠിച്ചൊക്കെ മറന്നോ? മൂസാ നബിന്റെ ഉമ്മാക്ക് വഹി കൊടുത്തില്ലേ? മൂസാ നബിന്റെ ഉമ്മ നബിയാണോ? മറിയം ബീവിക്ക് വഹിയില്ലേ? സുഹൃത്ത് മറിയമിന് ഇഷ്ടം പോലെ സ്ഥലത്ത് പറഞ്ഞില്ലേ? നബിയാണോ? വഹിയുള്ള പുരുഷന്മാർക്കാണ് എന്ത് പറയാ? നബിമാർ എന്ന് പറയാം. വഹി ഉണ്ടായാൽ മതി. പക്ഷെ റിസാലത്തിന്റെ അഥവാ ദഅവത്തിനുള്ള നിർദ്ദേശം, ആളുകളെ പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശവും വേദഗ്രന്ഥവും കിട്ടിയ ആളുകളാണ് ആര്? റസൂലുകൾ. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മളെ നബി നബിയാണോ റസൂലാണോ? നബിയാണ്, റസൂലാണ്. ആദ്യം നബിയാണോ ആയത്? റസൂലാണോ ആയത്? നബിയാണെന്റെ റസൂലാൻ കഴിയുള്ളൂ. ശരി, ഏത് ആയത്ത് കൊണ്ടാണ് നബി നബിയായത്? ആദ്യതായി ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ആയത്ത് അവതരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായി? നബിയായി. പക്ഷെ റസൂലായില്ല. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായത്? അല്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇറങ്ങി. അതിന് മുമ്പ് സൂറത്ത് മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ ഖും ഫഅൻദിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, പേടിച്ചു. പുതപ്പിട്ട് മൂടി കിടക്കുമ്പോൾ എനിക്ക് ജനങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? ഉപദേശം കൊടുക്കുക. അപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇറങ്ങിയപ്പോൾ ഉപദേശം കൊടുക്കാൻ പറഞ്ഞില്ല, പ്രബോധനം നടത്താൻ പറഞ്ഞോ? ഇല്ല. പ്രബോധനം നടത്താനുള്ള കൽപ്പന വന്നപ്പോഴാണ് ആരായത്? റസൂൽ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് സൂറത്തുൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ കൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ നബിയാക്കപ്പെട്ടത്, റസൂലാക്കപ്പെട്ടത് സൂറത്ത് മുസമ്മിലിലെ ഈ ആയത്ത് കൊണ്ടാണ്. അപ്പൊ നബിയും പിന്നെ റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ദർജ കൂടിയത് ആരാണ്? റസൂലാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു റസൂല് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി ആയിരിക്കും. നിർബന്ധമായി നബിമാരെ ആരാവുള്ളൂ? റസൂൽ. അതുകൊണ്ടാണ്
പിന്നെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന് പറഞ്ഞ അടുത്ത സൂറത്ത് ഹസാബിൽ അന്ന് പറഞ്ഞത് മക്കാന മുഹമ്മദ് നബാഹദൻ ബിരിജാലിക് വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. എന്താ പറഞ്ഞത്? നബിമാരിൽ അവസാനത്തെ ആളാണ്. റസൂലുകളിൽ അവസാനത്തെ ആളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ ഉണ്ടാകുക? ഖാതമുർ റസൂൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? റസൂൽ ഇനി വരൂല, ഇനി എന്ത് വരാം? നബി വരും എന്ന ആളുകൾ എന്ത് ചെയ്യും? പറയും. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവിടെ പ്രയോഗിച്ചത് എന്താണ്? ഖാതമുർ റസൂൽ എന്നല്ല, ഖാതമൻ നബിയ്യീൻ. നബിമാരിൽ തന്നെ അവസാനം. ഇനി എന്തെങ്കിലും നബി തന്നെ വരാനില്ല. നബി ഒന്നുകിലല്ലേ റസൂൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് സൂറത്തുൽ അംബിയ. ഇപ്പൊ നബിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താ വെച്ചാൽ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വാസം, അമ്പിയാക്കന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നവരാണ്. ഒരു നബിയും പ്രവാചകത്വം സ്വന്തമായി വാദിക്കാൻ കഴിവുള്ളവനല്ല. അങ്ങനെ ഒരാൾ സ്വന്തമായി നുബുവത്ത് വാദിച്ചാൽ അത് കള്ള നബിയായിരിക്കും. ഏതുപോലെ? മിർസനെ പോലെ, അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് കള്ളപ്രവാചകർ, അതിൽപ്പെട്ട ഒരാൾ മുസൈലിമത്തുൽ കദ്ദാബ്. യമാമയിലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത്, നബിന്റെ കാലത്ത് മൂപ്പര് ഞാൻ നബിയെന്ന് പറഞ്ഞ രംഗത്ത് വന്നു. മുസൈലിമ നല്ല പ്രഭാഷകൻ, നല്ല സാഹിത്യ സ്ഫുടമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ആളുകെട്ട് വശീകരിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസൈലിമ ഒരു കത്തെഴുതി. എന്ത്? മിൻ നബിയില്ലാഹി ഇലാ നബിയില്ലാ. അള്ളാന്റെ നബിയിൽ നിന്ന് അള്ളാന്റെ നബിയിലേക്ക്. ഒരാ നബി ആരാ? മുസൈലിമ. മറ്റേ നബി ആരാ? മുമ്പ് അംഗീകരിച്ചെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിനുപരി പറയാണ് നിസ്ഫുൽ അർളി ലീ വ നിസ്ഫുൽ ലക്. ഭൂമിന്റെ പകുതിയിൽ ഞാൻ നബി. അവള് 50-50 ആക്കുക. 50-50 ആക്കുക. ഈ എഴുത്ത് വായിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത് ചീന്തിട്ടു. എന്നിട്ട് എഴുത്ത് കൊണ്ടുവന്ന ആളോട് നബി പറഞ്ഞ എന്താ അറിയോ? ഒരു ദൂതനെ വധിക്കാൻ പാടില്ല എന്ന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇത് നബിയാണ് ചോദിച്ചു, മുസൈലിം നബി അംഗീകരിക്കണ്ടോ? ഞാൻ അംഗീകരിക്കണ്ട. അപ്പോഴാണ് നബി പറഞ്ഞു, ഒരു കത്തുമായി വന്നൊരു ദൂതനെ എന്ത് ചെയ്യാൻ പാടില്ല? വധിക്കാൻ പാടില്ല. അത് പണ്ട് കമ്മട്ടുള്ള നിയമമാണ്. ആ നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ കൊല്ലുവാൻ. കാരണം മുർത്തദല്ലേ. റസൂലുള്ളാഹിക്ക് ശേഷം വേറെ നബിന്റെ വിശ്വസിച്ചാൽ എന്തായി? മുർത്തദായിപ്പോയി, കാഫിറായിപ്പോയി. അല്ല, അത് അറിഞ്ഞോളുന്നില്ല. പക്ഷെ റസൂൽ ചോദിച്ചു അയാളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ മുസൈലിമിനെ അംഗീകരിക്കുന്നുണ്ടോ? ആ മുസൈലിമത്തുൽ കദ്ദാബിനെ നേരിടാൻ വേണ്ടിയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ അയച്ചു. പിന്നെ ആ മുസൈലിമിനെ കൊല്ലണത് ആരറിയാം? ആരറിയാം? ആ മുർത്തദുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ആ മുസൈലിമിയെ കൊല്ലുന്നത് വഹ്ശിയാണ് റളിയല്ലാഹു അൻഹു. ആരെ കൊന്ന? ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന വഹ്ശിയാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നത്. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നതിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചെന്ന് റസൂലുള്ളാഹിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാളെ ഞാൻ കൊല്ലുന്നു. അങ്ങനെ വഹ്ശിയെ കൊന്നത്. വഹ്ശിയാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ അവരുമായിട്ടുള്ള യുദ്ധത്തിൽ വധിച്ചു വന്നത്. അതൊക്കെ ചരിത്രമാണ്. അപ്പം പറഞ്ഞതാണ് നബിമാരുമായിട്ടുള്ള ബന്ധവിശ്വാസം. നബിമാർക്ക് മനുഷ്യന്മാർ തന്നെയാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ മലക്കുകളല്ല. പ്രവാചകന്മാരല്ല, മലക്കുകളല്ല. നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മളെപ്പോലെ മനുഷ്യന്മാരല്ല, സാധാരണ മനുഷ്യന്മാരല്ല, അസാധാരണ മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ വഹി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ കഴിയും, വഹിയിലൂടെ തന്നെ അറിയാൻ കഴിയും. ശാരീരികമായ ചില സവിശേഷതകളുണ്ട്. ഒരു ശാരീരിക ന്യൂനതകളും ഇല്ലാത്തവരാണ് പ്രവാചകന്മാരാകുക. അവരുടെ കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ അവർക്കുണ്ടാവുകയില്ല. പൂർണ്ണമായും നല്ല ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. അങ്ങനെ പല പ്രത്യേകതകളും അവർക്കുണ്ട്. അപ്പോൾ അതാണ് സൂറത്തുൽ അംബിയ. അതിൽ ഒന്നാമത്തെ ആയത്ത് പരലോകവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. അതിൽ നോക്കുക, അതിൽ ഒന്നാമത്തെ വചനം തന്നെ ഇഖ്തറബ എന്നാണ്. ഖറുബ എന്ന് പറഞ്ഞാൽ എന്താ? ഖറുബ ഖരീബ്. ഖരീബ് എന്താ? അടുത്തു. ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു നടത്തും. അറബി ഭാഷയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഹർഫുകൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ മാനയിൽ വ്യത്യാസം വരും. അതായത് ഇപ്പം അറബി ഭാഷയിൽ ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തുനിന്നാണ്, ഇഖ്തറബ എന്ന് പറഞ്ഞാൽ അടുത്തുനിന്ന് തന്നെ അർത്ഥം. പക്ഷേ അറബി ഭാഷയിൽ എന്താ ഹുറൂഫ് സായിദായിട്ടുള്ള ഹുറൂഫുകൾ അഥവാ ഹർഫുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മാനയുടെ എന്താ പറയുക കാഠിന്യം കൂടും. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിട്ടെടുത്താലോ എന്താ വായിക്കുക? ഖതല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? അത് കൊന്നു തന്നെ. പക്ഷെ എങ്ങനെ കൊന്നു? അതിക്രൂരമായി കൊന്നു. മറ്റത് ഖതല പറഞ്ഞാൽ കൊന്നു, അന്ന് സാധാരണ കൊല. പക്ഷെ ഖത്തല അങ്ങനല്ല. ഖത്തല എന്ന് പറഞ്ഞാൽ ആ കൊല്ലുക എന്ന പ്രവർത്തനത്തിൽ എന്തുണ്ട്? കുറച്ച് സ്ട്രോങ് ഉണ്ട്. മനസ്സിലായി? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ നോക്കിക്കോ, ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു നടത്തും. ഇഖ്തറബ എന്ന് പറഞ്ഞാലോ കൂടുതൽ അടുത്തു. അടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം അടുത്തു നടത്തും. മനസ്സിലായില്ലേ? വളരെയധികം അടുത്തിരിക്കുന്നു. എന്താണ് അടുത്തത്? ആർക്കാണ് അടുത്തത്? ലിന്നാസ്, ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യന്മാർക്കും വളരെ അധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അടുത്തത്? ഹിസാബുഹും, അവരുടെ ഹിസാബ്, വിചാരണ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ ഹിസാബ് വളരെ അധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോകം അവസാനിക്കാൻ ഉള്ള സമയം വളരെയധികം. ഹിസാബ് എപ്പോഴാണ് ഉണ്ടാകുക? പരലോകത്തിലല്ല ഉണ്ടാകുക. പരലോകം എപ്പോഴാണ് ഉണ്ടാകുക? ഖിയാമത്ത് നാളിന് ശേഷം. അപ്പൊ ഖിയാമത്ത് നാളിന് ശേഷം നടക്കേണ്ട ഹിസാബ് തന്നെ അവിടെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ എത്ര അടുത്തായിരിക്കും? അത് ചിന്തിക്കണ്ടേ ജനങ്ങൾ. ഖിയാമത്ത് നാളിന് ശേഷം നടക്കേണ്ടതാണ് ഹിസാബ്. ആ ഹിസാബ് ജനങ്ങൾക്ക് വളരെ അടുത്താണെങ്കിൽ ഖിയാമത്ത് നാൾ എത്രത്തോളം അടുത്തായിരിക്കും അവർക്ക്? ഇത് എപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടത്തെക്കാളും എത്രയോ അടുത്താണ് ആര് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇവിടെ ഖിയാമത്ത് നാൾ അടുത്തു എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ അടുത്തതായിക്കൊണ്ട് ചില ലക്ഷണങ്ങളുണ്ട്. ഒരുപാട് ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ പറയുക? ഒന്നാമത്തെ ലക്ഷണം, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. നബിയാക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ട് ബുഇസ്തു വഅനസ് വസഅതി കഹാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഏതുപോലെയാണ്? ഇങ്ങനെയാണ്. നബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾക്ക് അധികം എന്തില്ല? സമയം ഇല്ല. കാരണം നബിക്ക് ശേഷം ഇനി നബി എന്തില്ല? വരാൻ ഇല്ല.
അതുകൊണ്ട് ഞാനും എൻ്റെ ഖിയാമത്ത് നാളും ഇതുപോലെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്, പിന്നെ ഒരുപാട് അടയാളങ്ങൾ. ഇനി ബാക്കിയുള്ളത് എന്താ വെച്ചാൽ പിന്നെ ആയാത്ത് കുബ്ര എന്ന് പറയും, വലിയ അടയാളങ്ങൾ ഇനി ബാക്കിയുള്ളൂ. വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസാ നബി ദജ്ജാൽ വരിക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക, അതുപോലെ തന്നെ യജൂജ് മഅജൂജിൻ്റെ ഫിത്ന, സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് ഉദിക്കുക, ഇങ്ങനെയുള്ളതാണ് വലിയ വലിയ ലക്ഷണങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങി നോക്കിയാൽ തന്നെ ഖിയാമത്ത് നാൾ അടുത്തുകിടുന്നാണോ തോന്നുക, അതല്ലെങ്കിൽ കുറേ സമയം ഉണ്ടെന്നാണ് തോന്നുക. ഓരോ ദിവസം കഴിയുന്നവരെ നമുക്ക് തോന്നുന്നത് എന്താണ്, ഇത് കഴിഞ്ഞ് പോകാന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഹദീസിൽ. കുറേ ആളുകൾ ദഈഫായി പിന്നെ പറയുന്ന ഇതന്നെ അല്ലാതെ സഹിയായത് തന്നെ. ഇപ്പം യതഖാറബു സമാൻ, സമയങ്ങൾ അടുത്ത് വരും. യതതാവലൂന നാസ ഫിൽ ബുനിയാൻ, റസൂലുള്ളാഹി അത് മദീനത്ത് നിന്നാ പറഞ്ഞത്. ജനങ്ങൾ കെട്ടിടമുണ്ടാക്കുന്നില്ല, കെട്ടിടത്തിന്റെ നീളത്തിന്റെ വിഷയത്തിൽ മത്സരിക്കുന്ന. ആലോചിക്കി, ഇതിപ്പോൾ ഇവിടെ ബുർജ് ഖലീഫ ഉണ്ട്, ഇപ്പോൾ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബുർജ് ഖലീഫിനെ വെട്ടിക്കാൻ വേണ്ടി ഇപ്പം സൗദി അറേബ്യയിൽ എന്തോ ബിൽഡിംഗ് ഉണ്ടെന്നൊക്കെ അപ്പോൾ തന്നെ ബുർജ് ദുബായ് വേറെ പുറത്ത് വരുന്നുണ്ട്. മത്സരം. അതായത് അവിടെ 120 അല്ലെങ്കിൽ 300 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 400 പോകണം. മത്സരമാണ് സുൽബുഞ്ഞാൻ. അതുപോലെ തന്നെ പരസ്യമായ വ്യഭിചാരം വർദ്ധിക്കും. റസൂൽ പറഞ്ഞില്ലേ, വ്യഭിചാരം യൽഹറുസിന എന്ന റസൂലിന്റെ പ്രയോഗം നമ്മൾ ആലോചിച്ചു. യൽഹറുസിന, സിന പ്രത്യക്ഷമാകും, വ്യഭിചാരം പ്രത്യക്ഷമാവുക എന്ന. വ്യഭിചാരം ഉണ്ടാവുന്നില്ല, വ്യഭിചാരം മണ്ടക്കുമുണ്ടയുണ്ട്. പക്ഷേ ആ പണ്ടക്കുമുണ്ടല്ല വ്യഭിചാരം എങ്ങനെ നടക്കല്, രഹസ്യമായിട്ടാണ്. റസൂലിന്റെ പ്രയോഗം യക്തുറു സിന എന്നല്ല, യൽഹറു സിന എന്ന്. സിന എന്ത് ചെയ്യും, പ്രത്യക്ഷമാകും. അതൊരു പ്രശ്നമാണ്. ഇപ്പം നാട്ടിലെ കേരളത്തിലില്ല ചുംബന സമരം നടന്നു. ആലോചിച്ചു, ഇവിടെ ജൗഹർ മുനവ്വർ പിന്നെ ഒരു ഇത് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് മാറി തുറന്ന് പെണ്ണുങ്ങൾ നടന്നില്ല. നമ്മുടെ നാട്ടിലില്ല. ഹവല വല പോകത്തില്ല. ഇതൊക്കെ പിന്നെ ഖിയാമത്ത് നാൾക്ക് വല്ലാതെ ദൂരമുണ്ടോ? നമ്മളെ വലിയ മലയാളികൾ എന്ന് പറഞ്ഞ വലിയ എന്തോ തന്നെ ആനയാണ് ചേനയാണ് എന്നൊക്കെ വിശ്വസിക്കണേ നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ കച്ചവടത്തിൽ പിന്നെ ചതികളും വഞ്ചനകളും വർദ്ധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ ഇതാണ്. പിന്നെ സ്ത്രീകൾ അഴിഞ്ഞാട്ടം ഉണ്ടാകും, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാണ്. 40 പുരുഷന്മാർ, 40 സ്ത്രീകൾക്കൊരു പുരുഷൻ എന്ന നിലയായിരിക്കും. അപ്പോൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, ഇനി ചിലതൊക്കെ വരാനുണ്ട്. പിന്നെ ദജ്ജാലും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ സംഭവിക്കും. അവസാനം ലോകം അവസാനിക്കും. അതിനുശേഷമാണ് ഹിസാബ് ഉണ്ടാകുക. ഹിസാബ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ അള്ളാഹു വിചാരണ നടത്തുകയാണ്. ഇതിനാണ് ഹിസാബ് എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ വഹാസബ്നാഹും ഹിസാബൻ എന്ന് ശദീദ, നാം അവരെ കഠിനമായി വിചാരണ നടത്തും എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. വേറെ സ്ഥലത്ത് വഹാസബ്നാഹും ഹിസാബൻ യസീറ എന്നുണ്ട്. അപ്പം 2 തരം വിചാരണ ഉണ്ടാകാം. ഒന്ന് കഠിനമായ വിചാരണ ഉണ്ടാവും, അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് ലളിതമായ വിചാരണ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, മൻ ഹൂസിബ ഫഖദ് ഉദ്ദിബ. ആരെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. ആരെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ മൻ ഹൂസിബ ഫഖദ് ഉദ്ദിബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വിശ്വാസികൾക്കും ഹിസാബൊക്കെ ഉണ്ടാകുന്ന ഖുർആനിലുണ്ടല്ലോ നബിയെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ദാലിക ലഅർദ്. അതൊരു അർദാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള ഫയലുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കും, പുറത്തു കൊടുക്കും. അതേ സമയത്ത് ഹിസാബ് എന്ന് പറഞ്ഞാൽ
ഓരോ പ്രവർത്തനമെടുത്ത് അതിൻ്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കാനാണ് ഹിസാബ് എന്ന് പറയുക. അങ്ങനെ ഒരാളുടെ അമൽ അല്ലാഹു പരിശോധിച്ചാൽ ഫഖദ് ഉദ്ദിബ, അവൻ ഉറപ്പായിട്ടും എന്താണ്, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹിസാബിൽ നിന്ന് ഇപ്പം സൂറത്തു ഗാശിയയുടെ അവസാനത്തെ ആയത്ത് എന്താണ്? സൂറത്തുൽ ഗാശിയ, ثم إن إلينا إيابهم ثم إن علينا حسابهم അല്ലേ? അപ്പം ആ ആയത്ത് നമ്മൾ ഓതുമ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞു കാണാം, ഇജാബത്തുൽ ഖുർആൻ എന്നൊരു സംഗതി ഉണ്ട്. ഖുർആന് മറുപടി കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കണത് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സ്ഥാനത്ത് ആയത്തല്ല, അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് റുക്കൂക്ക് പോകാം. ഖുർആൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെന്ന കാര്യം. അപ്പോൾ ഖുർആനിന് മറുപടി കൊടുക്കുക. വസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ, സുബ്ഹാനല്ലാഹ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇമാമ് പറഞ്ഞെങ്കിൽ നമ്മൾ പറയേണ്ട, ഇമാമ് പറഞ്ഞില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് നമ്മൾ സുന്നത്ത് സ്കരിക്കുകയാണ്, വിത്ർ സ്കരിക്കുകയാണ്. നമ്മൾ വിത്ർ സ്കരിക്കുമ്പോൾ സബ്ബിഹ് ഇസ്മോദല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അത്യുന്നതനായ നിന്റെ റബ്ബിനെ നീ പുകഴ്ത്തുന്ന അള്ളാഹിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതുപോലെ നാം ആണ് അവരെ വിചാരണ നടത്തുന്നത്, അവരെ വിചാരണ നമ്മുടെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹിനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. കാരണം ഒരു മനുഷ്യൻ അള്ളാഹു ശരിക്കും വിചാരണ നടത്തിയാൽ ആ മനുഷ്യൻ്റെ കാര്യം എന്താണ്? പോക്കാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇതാണ് ശരിക്കും ഹിസാബ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യൻ്റെ നന്മ തിന്മകൾ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫയലുകൾ ശരിക്ക് നൻസഖ്നാഹു എന്നുള്ള പറഞ്ഞു. നാം അങ്ങനെ നുസ്ഖ അതായത് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അള്ളാഹു റെക്കോർഡാക്കി ഇവിടെ വെക്കുന്നുണ്ട്. അത് അള്ളാഹ്ക്ക് അറിയാനിട്ടില്ല, പക്ഷെ അള്ളാഹ് ഡോക്യുമെന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ കയ്യിൽ തരിക. അതുകൊണ്ടാണ് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇതെന്ന് വായിച്ചു നോക്ക്, അപ്പോൾ നിനക്ക് പിന്നെ വേറെ ഹിസാബൊന്നും വേണ്ടി വരില്ല എന്ന് അള്ളാഹു പറയും. അപ്പോഴാണ് യാ ലൈതനി, പടച്ചോനെ ഗന്ധം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുക. അപ്പോൾ ഹിസാബ്, അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തി നോക്കുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ്. അപ്പം നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? പടച്ചോൻ കഴിഞ്ഞ പിന്നെ ആരെന്നെ? നമ്മൾ തന്നെ. അപ്പം നമ്മുടെ നന്മകൾ എത്ര ഉണ്ട്, നമ്മുടെ നിസ്കാരത്തിലെ ഭക്തി എത്ര ഉണ്ട്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെയാണ് കൂടുതൽ അറിയാം. ഒരു പക്ഷേ ജനങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ അടുക്കലൊക്കെ വലിയ നന്മകൾ നമുക്കുണ്ടാകാം, പക്ഷേ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ആരും അറിയാത്തതുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം പുറത്തൊരുമാറാവട്ടെ. അപ്പം അത് ശരിക്കും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞ് നമ്മൾ സ്വയം ഒരു ഹിസാബ് നടത്തി ആ ഹിസാബിൽ നമ്മൾ വിജയിച്ചാലേ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ വിജയിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലാണ്. അപ്പോൾ മഹാനായ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ഇമാം ബുഖാരിൻ്റെ ഉസ്താദാണ്. ഇമാം ബുഖാരിൻ്റെ ഉസ്താദല്ല, ഇമാം ബുഖാരിൻ്റെ പിതാവാണ്. ഞാനൊരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഉസ്താദല്ല, ഇമാം ബുഖാരിയുടെ പിതാവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബിൻ ഇബ്രാഹിം. അപ്പോൾ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിക്കാൻ കിടത്ത്, അദ്ദേഹം വലിയ ധനികനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. അപ്പം ആ സമ്പന്നനായ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞാൽ എന്താ അറിയാം? എൻ്റെ ധനത്തിൽ
ഒരു ഹറാമിൻ്റെ പണവും ഇല്ല എന്ന് എനിക്ക് 100ക്ക് 100 ഉറപ്പിച്ച് പറയാൻ കഴിയും. ഹറാമിൻ്റെത് മാത്രമല്ല, വലാ മിൻ ശുബ്ഹത്തിൻ, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള പണമുണ്ട്, അതുപോലും എൻ്റെ ധനത്തിലില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എപ്പോൾ പറഞ്ഞത്? മരിക്കാൻ കിടക്കുന്നു. അത്രയും ആത്മവിശ്വാസം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നിൽക്കും. അപ്പോൾ ആ വാപ്പാൻ്റെ മോനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി പറയാണ്, ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 60 വർഷക്കാലം ജീവിച്ച മഹാപണ്ഡിതനാണ് ഇമാം ബുഖാരി. ആ 60 വർഷക്കാലത്തിനിടക്ക് ഒരു മനുഷ്യന് ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു എന്നെ വിചാരണ നടത്തുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരു ദിവസം ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ കാര്യം പറഞ്ഞു. ഇമാം ബുഖാരി 60 വർഷക്കാലത്തോളം ജീവിച്ചിട്ട് ഇമാം ബുഖാരി പറയാണ്, ഒരു മനുഷ്യന് ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു എന്നെ ഹിസാബ് നടത്തൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സഹോദരന്മാർ, നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശരിക്കും വിചാരണ നടത്തണം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും, ജനങ്ങൾക്കൊരു ഹിസാബൊക്കെ അടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ അവസ്ഥ എന്താ? വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. 2 കാര്യം അവർക്കുള്ളത്. ഒന്ന്, വഹും ഫീ ഗഫ്ലത്തിൻ, ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ്. ശ്രദ്ധല്ല. ഏത് കാര്യത്തിലാണ് ആളുകൾക്ക് ശ്രദ്ധ ഉള്ളത്? ദുനിയാവിൻ്റെ കാര്യത്തിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടോ? അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിന് ആദ്യം നമുക്ക് ശ്രദ്ധ ഉണ്ടോ? ഗഫലത്തിൽ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ മുഅരിദൂൻ. ഗഫലത്ത് മാത്രമല്ല, ഈ ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിനും ഇറാദ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയാം. അപ്പൊ ജനങ്ങൾക്ക് ഹിസാബ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓലിപ്പോഴും അശ്രദ്ധയിലാണ്. ഇതിനെപ്പറ്റിയും ചിന്തിക്കണില്ല, ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ല. ഇബ്ലീസ് സമയം കൊടുക്കണില്ല. രണ്ടാമത്തെ കാര്യം മുഅരിദൂൻ എന്നാണ്. മുഅരിദ് എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ നിന്നും ആളുകൾ ശ്രദ്ധ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ ഏത് മനുഷ്യനാണ് അറിയാത്തത് മരിക്കുമെന്ന കാര്യത്തിൽ പിന്നെ തർക്കമുള്ള ആരെങ്കിലും ദുനിയാവിലുണ്ടോ? ഇല്ലല്ലോ. മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമുള്ള ആരും എന്തില്ല? ദുനിയാവിലില്ല. പക്ഷേ പിന്നെ കുറച്ച് വേഗം അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പം മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ വെച്ചാൽ ഒരുങ്ങിയിട്ടില്ലല്ലോ. നമ്മൾ ഇനിയും കുറേ കാലം ജീവിക്കും എന്ന ഒരു തെറ്റായ ധാരണയിലാണ് എല്ലാ ആളുകളും ഉള്ളത്. എല്ലാ ആളുകളും അങ്ങനെ തന്നെയുള്ളത്. അതൊക്കെ ഇപ്പം ഇനി എന്തെങ്കിലും ഇബാദത്തൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇനി വയസ്സാം കാലത്ത് നോക്കുക, അല്ലെങ്കിൽ വയസ്സായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ ഒരു മിഞ്ഞാന്ന് പേപ്പർ വായിച്ചില്ലേ, 16 വയസ്സുള്ള ഒരു +1 പഠിക്കുന്ന കുട്ടി ബസ്സിൽ കുഴഞ്ഞുകൊണ്ട് മരിച്ചു. കണ്ണൂർ സ്കൂളിലേക്ക് പോകണം. 16 വയസ്സുള്ള പെൺകുട്ടി ബസ്സിൽ കയറി കമ്പി പിടിച്ച് ഇങ്ങനെ ഊർന്നു വീണ് ബസ്സിലാണ് മരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് +2 പഠിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും? ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും? ഒരു നിമിഷം കൊണ്ട് അതൊക്കെ പോവാണ്. അപ്പൊ മരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഒരു ഹിസാബുണ്ട്. ആ ഹിസാബിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് അവിടെ പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും, ജനങ്ങൾക്ക് ഹിസാബ് വളരെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഇനി നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഖിയാമത്ത് നാളിൽ ഇനിയിപ്പം മസീഹ് ദജ്ജാൽ വരാണ്ട്, ഈസാ നബി വരാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ മരിക്കും, എനിക്ക് ഈ ആയത്ത് ബാധകമല്ല. അതല്ല, ഈ ആയത്ത് നമുക്കും ബാധകമാണ്. കാരണം റസൂൽ പറഞ്ഞു, മൻ മാത ഫഖദ് ഖാമത് ഖിയാമത്തുഹു. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അയാളെ
എന്ത്? ഖിയാമത്ത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ ഏതാണ്? ആ മനുഷ്യന്റെ മരണം. അപ്പൊ ഇനി ലോകം അവസാനിക്കഴിഞ്ഞും കുറേ കാലമുണ്ട്, ഞാൻ ഖിയാമത്ത് നാളിന്റെ അന്നൊന്നും ഉണ്ടാവില്ല, ഇനി ഈസാ നബിയും ദജ്ജാലും ഒക്കെ വന്നിട്ടാണ്ടെന്ന് ചിന്തിക്കണ്ട. നമ്മുടെ ഖിയാമത്ത് എപ്പോഴാച്ചാൽ നമ്മുടെ മരണമാണ് നമ്മുടെ ഖിയാമത്ത്. അതുകൊണ്ട് തന്നെ മരണം പിന്നെ സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, കുല്ലും ബ്രിഇൻ മുസബ്ബഹും ഫി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി എന്ന ഒരു കവി പറഞ്ഞു. കുല്ലും ബ്രിഇൻ മുസബ്ബഹും ഫി അഹ്ലിഹി, എല്ലാ മനുഷ്യന്മാരും രാവിലെ മുപ്പത് വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ജീവിക്കും. പക്ഷെ വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, ഓൻ എഴുന്നേറ്റിട്ട് ഇടുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അടുത്താണ്. ഒരാൾക്ക് ചെരുപ്പ് കാലുമൊക്കെ ടൈറ്റായി നിൽക്കുന്ന ചെരുപ്പിൽ നമ്മളെല്ലാവരും ഇടുക, ലൂസാറിന് ഇടൂലല്ലോ. അപ്പൊ ആ ചെരുപ്പിന്റെ വാറ് ഒരു മനുഷ്യന്റെ ശരീരത്തേക്കാൾ എത്രമാത്രം ഒട്ടി നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ അടുത്താണ് ഒരു മനുഷ്യന്റെ മരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഹദീസും ആശയത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശരിക്കും നമ്മുടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണമാണ്. അപ്പൊ അതിന് നമ്മുടെ ഗഫലത്തും ഏറാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിൻ്റെ ജീവിതം വളരെ നശ്വരമാണ്. ഇതൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് ഉപദേശിച്ച് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതാവസാനം വരേക്കും ആ ദീനിൽ ഉറച്ചു നിൽക്കാനും ജീവിതത്തിലെ ഏറ്റവും നല്ല അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു എന്നല്ലവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. Rồi.